നമ്മളിവിടെ കൗണ്ട് ആൻഡ് സേ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഇത് ഈസി ആയിട്ടൊരു പ്രോബ്ലം തന്നെയാണ്. ഇത് നമുക്ക് അങ്ങനെ അത്ര വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്കത് സുഖമായിട്ട് ചെയ്യാൻ പറ്റി. നമുക്കത് അങ്ങനെ ഹെൽപ്പിൻ്റെ ആവശ്യം വന്നിട്ടില്ല നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനോട്ട് കിടക്കാം, ഇത് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് കൗണ്ട് ആൻഡ് സേ. കൗണ്ട് ആൻഡ് സേ സീക്വൻസ് ഇസ് എ സീക്വൻസ് ഓഫ് ഡിസ്ട്രിങ്സ് ഡിഫൈൻഡ് ബൈ ദ റിക്കേഴ്സീവ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ റിക്കേഴ്സീവ് ഫോർമുല തരും. അപ്പോൾ ആ റിക്കേഴ്സീവ് ഫോർമുല വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് മീഡിയം ആണ്. അപ്പോൾ ഓക്കെ, ഇത് ചിലപ്പോൾ ഡി പിയിലേക്ക് കടക്കാനുള്ള സാധ്യത ഉണ്ട്. ഇതിൽ എഴുതിയത് എന്ന് വെച്ചാൽ കൗണ്ടൻസി ഓഫ് 1 ഇസ് ഈക്വൽ ടു 1. 1 ഒറ്റ എന്നുണ്ടെങ്കിൽ 1. കൗണ്ടൻസി ഓഫ് n എന്ന് പറയുന്നത് റൺ ലെങ്ത് എൻകോഡിംഗ് ഓഫ് കൗണ്ടൻസി ഓഫ് n-1. അതുവരെ ഉള്ളതിന്റെ റൺ ലെങ്ത് എൻകോഡിംഗ് ആണ് നമ്മുടെ കൗണ്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു is a string compression method that works by replacing the consecutive identical characters with a concatenation of the character and the number marking the count of the characters length of the run. അപ്പൊ എങ്ങനെയാണ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ 2 3 ഉണ്ട്, 3 2 ഉണ്ട്, ഒരു 5 ഉണ്ട്, ഒരു 1 ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്താ എഴുതാൻ പറ്റുക? 2 3 എന്നുള്ളത് 2 3 എഴുതാം. ഇത് 3 2 3 3 2 ഉണ്ട് എന്നുള്ളതിന് 3 2 എന്ന് എഴുതാം. ഒരു 5 ഉണ്ട് എന്നുള്ളതിന് ഒരു 5 1 5 എന്ന് എഴുതാൻ പറ്റും. പിന്നെ ഒരു 1 ഉണ്ട് എന്നുള്ളതിന് 1 1 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ നമ്മുടെ കംപ്രസ്ഡ് സ്ട്രിങ് എന്തായി മാറും? ഇങ്ങനെയായിട്ട് നമ്മുടെ കംപ്രസ്ഡ് സ്ട്രിങ് ആയി മാറും. given a positive integer, return the nth element of the countancy sequence എന്ന് പറയുന്നത്. അപ്പോൾ 4 ഉണ്ട്, ഇൻപുട്ട് n equal to 4. return the nth element of the countancy sequence. ഓക്കെ, നമുക്ക് എന്താ നോക്കി നോക്കാം. അപ്പോൾ ഇൻപുട്ട് n equal to 4 എന്നാണ് പറയുന്നത്. കൗണ്ടൻസി ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണെന്ന് പറയുന്നത്. കൗണ്ടൻസി ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ്? അർലി ഓഫ് 1. അപ്പോൾ 1 1 അർലി ഓഫ് 1 1. ഓ ഓക്കെ ഓക്കെ ഓക്കെ, കൗണ്ടൻസി ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? 1 എന്നാണ് പറഞ്ഞത്. അവർ ഓൾറെഡി ക്വസ്റ്റ്യനിൽ കൗണ്ടൻസി ഓഫ് 1 1 എന്നാണ് പറഞ്ഞത്. പക്ഷേ കൗണ്ടൻസി ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ് അവർ പറഞ്ഞത്? RLE റൺ ലെങ്ത് എൻകോഡിംഗ് ഓഫ് പ്രീവിയസ് വാല്യൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ റൺ ലെങ്ത് എൻകോഡിംഗ് ഓഫ് പ്രീവിയസ് വാല്യൂ എന്ന് പറയുന്നത് റൺ ലെങ്ത് എൻകോഡിംഗ് ഓഫ് 1 ആണ്. അപ്പോൾ അത് 1 1 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക. പിന്നെ നമുക്ക് എന്താണ് കൗണ്ടൻസി ഓഫ് 3 എന്ന് പറയുന്നതിന് തൊട്ട് മുന്നത്തെയാണ് RLE ഓഫ് 1 1 ആണ്. അപ്പോൾ എന്താണ് നമുക്ക് 2 1 കിട്ടും. അതേപോലെ കൗണ്ടൻസി ഓഫ് 4 എന്ന് പറയുന്നത് RLE ഓഫ് എന്താണ് ഈ 2 1 ആവും. അപ്പം നമുക്ക് എന്താണ് 1 2 1 1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതേപോലെ ഇൻപുട്ട് n ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്ക് എന്താണ് 1 എന്ന് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം ഫസ്റ്റ് വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ട് ഇതാണ് നമ്മുടെ ബേസ് കേസ് എന്നുണ്ട്. ഇത് കാണുമ്പോൾ കുഡ് യു സോൾവ് ഇറ്റ് ഇറ്ററേറ്റീവ്ലി എന്നാണ് ചോദിച്ചത്. റിക്കേഴ്സീവ് ആയിട്ട് സോൾവ് ചെയ്യേണ്ട, ഇത് ഇറ്ററേറ്റീവ്ലി സോൾവ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇത് ഇറ്ററേറ്റീവ്ലി സോൾവ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്താണ് ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് നോക്കട്ടെ. ഇത് എനിക്ക് ഫസ്റ്റ് നോട്ടത്തിൽ ചിലപ്പോൾ ഇതൊരു ഡി പി വിത്ത് മെമ്മറൈസേഷൻ പോലെ തോന്നുന്നുണ്ട്. പ്രീവിയസ് വാല്യൂസ് സ്റ്റോർ ചെയ്തിട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും എന്നുള്ള പോലെ തോന്നുന്നുണ്ട്. അല്ലാതെ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഓക്കെ, ഞാനത് ചെയ്തിട്ട് നമുക്ക് ഇനി അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തപ്പോൾ ഞാൻ ആ സമയത്ത് വിചാരിച്ചിരുന്നു നമുക്ക് ഡി പി മെമ്മോറൈസേഷനൊക്കെ വേണ്ടി വരുന്നു. പക്ഷേ എന്താ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് പിന്നെ മനസ്സിലായത്. സിമ്പിളായിട്ടൊരു പ്രോബ്ലം ആണ്. ഇതിലെന്താണ് ഇറ്ററേഷനാണ് അവർ ചോദിച്ചിരുന്നത് കൂടുതലായിട്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് ഇറ്ററേറ്റീവ് അപ്രോച്ചാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇറ്ററേറ്റീവ് അപ്രോച്ച് മാത്രമായിട്ട് ചെയ്യാൻ പറഞ്ഞത്. നമ്മുടെ റിക്കേഴ്സീവ് അപ്രോച്ച് ഉപയോഗിക്കേണ്ടതാണ് വന്നത്. അപ്പൊ ഞാൻ എന്തെന്ന് വെച്ചാൽ നമുക്കൊരു സുഖമായിട്ട് നമുക്കൊരു ഹെൽപ്പർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിലെന്താണ് രണ്ട് നമ്മുടെ പ്രോബ്ലം നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാം. ഒന്നൊരു എന്താ റൺ ലെങ്ത് എൻകോഡിങ്, നമുക്ക് ഒരു RLEയും ഉണ്ട്. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താ നമുക്ക് തരുന്ന n ഈക്വൽ ടു എന്ന് പറഞ്ഞ വാല്യൂ n ഈക്വൽ ടു 4 ആണ് ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താണ് നമുക്ക് RLE ഓഫ് എന്നിട്ട് നമ്മളിങ്ങനെ ഓരോന്നോരോന്നായി ചെയ്തു പോകണം. അപ്പോൾ എന്താണ് RLE ഓഫ് n എന്ന് പറയുന്നത് എന്താണ്? RLE ഓഫ് n-1 ആണ് അല്ലെ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്താണ് ഈ വാല്യൂസ് ഉണ്ടാവുക. ഇപ്പൊ ഈ വാല്യൂസ് നമ്മൾ RLE ഓഫ് n-1 ആണ് വരിക. അപ്പൊ ഇതാണ് നമ്മുടെ എന്താണ് RLE ഓഫ് n എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബാക്കിലേക്കായിട്ട് നമുക്ക് ഇങ്ങനെ പോകേണ്ടി വരും. അപ്പൊ അതാണ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് ഒരു ഹെൽപ്പർ ഫംഗ്ഷൻ ആയിട്ടുള്ള RLE നമുക്ക് ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്താണ് ആ RLEനെ നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് RLE ഡിഫൈൻ ചെയ്യാം. അപ്പൊ ഈ RLE ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ വാല്യൂസ് ആണ് നമുക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് എന്താണ് ഒരു സ്ട്രിങ്ങിന്റെ ഒപ്പം നമ്മളൊരു കൗണ്ടും കൂടി അപ്പൻഡ് ചെയ്യാണ് വേണ്ടത് നമുക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു സ്ട്രിങ് കോൺകാറ്റിനേഷൻ നമ്മൾ എപ്പോഴും പറ്റുന്നത്ര ഒഴിവാക്കേണ്ടതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു array എടുത്ത് വിചാരിക്കുക.
അപ്പൊ ഈ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അറേ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഈ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അറേയുടെ ഉള്ളിലേക്ക് നമ്മൾ ഓരോ വാല്യൂസ് ആയിട്ട് ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഏതൊക്കെ വാല്യൂസ് ആണ് ആഡ് ചെയ്യേണ്ടത്? കൗണ്ടും നമുക്ക് ആഡ് ചെയ്യണം, അതിന് പുറമെ നമുക്ക് ആ സ്ട്രിങ്ങും നമുക്ക് ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് ആദ്യം നമ്മൾ എഴുതേണ്ടത്? നമുക്ക് എന്താണ് ഈ റേഞ്ച് ഓഫ് പറഞ്ഞിട്ട് നമ്മൾ 4i ഇൻ റേഞ്ച് ഓഫ് നമുക്ക് എന്താ ഈ ഹെൽപ്പർ ഫംഗ്ഷനുള്ള നമ്മൾ എന്താ വരിക? ഇതിൽ നിന്ന് ഒരു വാല്യൂ ഈ 4 വരികയാണെങ്കിൽ അതിന്റെ 4 എന്ന് പറഞ്ഞ വാല്യൂ വരുള്ളൂ. നമുക്ക് വാല്യൂ ഇടാം. അപ്പൊ എന്താണ് 4i ഇൻ റേഞ്ച് ഓഫ് 1 കോമ നമുക്ക് എന്താണ് ലെങ്ത് ഓഫ് വാല്യൂ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഈ 1 കോമ ലെങ്ത് ഓഫ് വാല്യൂ എന്തിനാ വരുന്നത് വെച്ചാൽ നമുക്ക് എന്താണ് 1 2 3 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഇൻഡെക്സ് മൂവ് ചെയ്യണം. എന്തുകൊണ്ട് നമുക്ക് ആ ഇൻഡെക്സ് 1 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടീഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് എന്താണ് നമുക്ക് ഫസ്റ്റ് പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ എന്താവും? വാല്യൂ ഓഫ് ഐയും ഈക്വൽ ടു വാല്യൂ ഓഫ് i മൈനസ് 1. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? രണ്ടാമത്തെ വാല്യൂ ഒന്നാമത്തെ വാല്യൂ കൂടി ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ള കൗണ്ട് ഇല്ലേ, കൗണ്ട് നമുക്ക് 1 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കൗണ്ട് എന്ന് പറയുന്നത് എന്താവും? കൗണ്ട് പ്ലസ് ഈക്വൽ ടു 1 എഴുതാം. നമുക്ക് ഒരു വാല്യൂ നമുക്ക് എന്താണ് ആഡ് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. അപ്പൊ ഇത് എന്ന് പറയുന്നത് കൗണ്ട് പ്ലസ് ഈക്വൽ ടു 1 എന്തിനാണ് നമ്മൾ എഴുതുന്നത് മനസ്സിലല്ലേ? നമുക്ക് എന്താണ് പിന്നത്തെ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്താണ് ഈ വാല്യൂസ് നമുക്ക് എന്താണ് നമ്മുടെ റിസൾട്ടിന്റെ ഉള്ളിലോട്ട് അപ്പൻഡ് ചെയ്യാം അല്ലെ. അപ്പൊ റിസൾട്ടിന്റെ ഉള്ളിലോട്ട് അപ്പൻഡ് ചെയ്യുന്നു. ആദ്യം നമുക്ക് എന്താ അപ്പൻഡ് ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ ഫസ്റ്റ് കൗണ്ട് നമുക്ക് സ്ട്രിങ് ആക്കി മാറ്റാം. സ്ട്രിങ് ആക്കി മാറ്റിയിട്ട് എല്ലാം സ്ട്രിങ് ആയി മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാല്യൂ വരുന്നത്. നമ്മൾ സ്ട്രിങ് ആയിട്ടാണ് കണക്കാക്കിയിട്ട് എടുക്കുക. ഇതൊരു സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഉള്ളിലേക്ക്. അപ്പൊ നമുക്ക് എന്താണ് എല്ലാം സ്ട്രിങ് ആക്കാൻ വേണ്ടി കൗണ്ട് നമ്മൾ സ്ട്രിങ് ആക്കുന്നു. നമ്മുടെ റിസൾട്ടിന്റെ ഉള്ളിലോട്ട് നമ്മൾ വീണ്ടും ഇതും അപ്പൻഡ് ചെയ്യുന്നു. ഏത്? നമ്മുടെ ഈ വാല്യൂ ഓഫ് i മൈനസ് 1 എന്നുള്ള വാല്യൂ നമ്മൾ എന്താണ് ഇതിലോട്ട് അപ്പൻഡ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി നമ്മൾ എന്താണ് പുറത്തോട്ട് വരുന്നു. ഇവിടെ അല്ല, നമുക്ക് ഇവിടെ എന്താണ് വേറൊരു കാര്യം കൂടി ചെയ്യണം. കൗണ്ട് ഈക്വൽ ടു 1 ആക്കി മാറ്റണം. പിന്നെയും റീ ആയിട്ട് നമുക്ക് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താണ് ഇതിന്റെ ഉള്ളിൽ നമ്മൾ എന്താ ഇനിയിപ്പോ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് ചില സമയത്ത് നമുക്ക് ഒരു വാല്യൂ മാത്രം വയ്ക്കുക. n ഈക്വൽ ടു 1 ആണ് വിചാരിക്കുക. അപ്പൊ n ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്ക് എന്താണ് ഇതേപോലെ കൗണ്ടും വാല്യൂ അപ്പൻഡ് ചെയ്യണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് റിസൾട്ട് ഡോട്ട് അപ്പൻഡ് ഓഫ് സ്ട്രിങ് ഓഫ് കൗണ്ടും റിസൾട്ട് ഡോട്ട് അപ്പൻഡ് ഓഫ് വാല്യൂ മൈനസ് 1. ഇത് n ഈക്വൽ ടു 1 ആകുമ്പോൾ മാത്രമല്ല ഈ സാധനത്തിന് ഇതേപോലെ നമുക്ക് എല്ലാ വാല്യൂസും നമുക്ക് റിപ്പീറ്റ് ആയതുകൊണ്ടേ പോവുക വിചാരിക്കുക. അപ്പൊ റിപ്പീറ്റ് ആയതുകൊണ്ടേ പോയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ റിസൾട്ട് ഇവിടെ വരില്ലല്ലോ. അപ്പൊ നമുക്ക് അതും ഇവിടെ നമുക്ക് എന്താണ് ഈ റിസൾട്ടിനുള്ളിൽ നമുക്ക് കയറും. അപ്പൊ രണ്ടിലും നമുക്ക് കയറാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താണ് നമുക്ക് ആകെ ഇതിൽ എന്താ റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിൽ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു വാല്യൂവിനെ നമ്മൾ എന്താണ് റിസൾട്ട് എന്ന് പറഞ്ഞ ഈ വാല്യൂവിനെ നമ്മൾ എന്താണ് ജോയിൻ ചെയ്തിട്ടുള്ള കോൺകാറ്റനേറ്റഡ് ആയിട്ടുള്ള സ്ട്രിങ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു അറേ എടുത്ത് ചെയ്തത്. അപ്പൊ അത് നമ്മളിവിടെ ജോയിൻ ചെയ്ത് റിസൾട്ടിനെ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ഹെൽപ്പർ ഫംഗ്ഷൻ. ഇനി ഹെൽപ്പർ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് വെറുതെ സുഖമായിട്ട് നമുക്ക് എന്താണ് ഇനി പുറത്ത് നമ്മൾ എന്താ ഹെൽപ്പർ ഫംഗ്ഷൻ അല്ലാത്ത നമ്മുടെ മെയിൻ ഫംഗ്ഷൻ നമ്മൾ എന്തേ കോൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ കറന്റ് എന്നൊരു വാല്യൂ വിളിച്ചു. അതിന് നമുക്ക് 1 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വാല്യൂ എപ്പോഴും 1 തന്നെയാണെന്നുള്ളതാണ്. അപ്പൊ അതിന് നമുക്ക് 1 തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഒരു എന്താണ് 4 അണ്ടർസ്കോർ ഇൻ റേഞ്ച് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ട ആവശ്യമുള്ളൂ. എന്തിനാ നമ്മൾ അണ്ടർസ്കോർ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ എടുക്കണമെന്ന് മനസ്സിലായോ? അണ്ടർസ്കോർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഐന്റെ ആവശ്യമില്ല. നമുക്ക് വെറുതെ ഇതിന്റെ മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് എന്താ ചെയ്യാം? കറന്റ് ഈക്വൽ ടു നമ്മുടെ RLE ഓഫ് കറന്റ്. അപ്പൊ നമുക്ക് എന്താണ് ഒരു റിക്കേഴ്സീവ് ഫംഗ്ഷൻ എങ്ങനെയാണോ കോൾ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഇറ്ററേറ്റീവ് ഫംഗ്ഷനെയും കോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതിനെ റിക്കേഴ്സീവ്, ഇത് ശരിക്കും റിക്കേഴ്സീവ് ഫംഗ്ഷൻ ആണ്. വെറുതെ n-1 മുകളിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതൊരു റിക്കേഴ്സീവ് ഫംഗ്ഷനായി മാറും. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് ഇറ്ററേറ്റീവ് ഫംഗ്ഷൻ ആയിട്ട് തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കണം എന്നുള്ളതുകൊണ്ട് നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം. എന്നിട്ട് നമുക്ക് എന്താണ് റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ? ആകെ കറന്റിനെ റിട്ടേൺ ചെയ്യേണ്ട ആവശ്യം കൂടെ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് നമുക്ക് എന്താണ് നമ്മൾ എന്തായിട്ട് നമ്മൾ ഇതിന് കിട്ടുക മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ 1 ആണെങ്കിൽ 1 വരും. ഈ 1 വരും. ഇവിടെ നമുക്ക് ഫസ്റ്റ് 1 വരില്ലേ? ആ 1 വന്നിട്ട് നമുക്ക് ഇവിടെ വാല്യൂ വരും. 1 നമുക്ക് എന്താ തിരിച്ച് എന്തായി മാറും? 1 ആയി മാറും. ആ 1 ഇവിടെ വരും. ഈ കറന്റ് ഈക്വൽ ടു 1 ഇവിടെ വരും. കാരണം ഇത് അണ്ടർസ്കോർ ആണ്. നമുക്ക് വേറെ ഒരു വാല്യൂ നമുക്ക് ഇവിടെ എടുക്കണില്ല. അപ്പൊ 1 ഇവിടെ വരും. അപ്പൊ 1 എത്ര വട്ടം ഇതിങ്ങനെ എത്ര വട്ടം വരും എന്നുള്ളത് മാത്രം. ഇത് വെറുതെ ഒരു ഇറ്ററേഷൻ വെറുതെ ഇത്ര വട്ടം പോണം, 0 1 2 3 വട്ടം പോണം എന്നിങ്ങനെ പറയാനുള്ളത് മാത്രമാണ്. അപ്പൊ ഇവിടെ 1 വരും. ഈ 1 വീണ്ടും ഇതിനുള്ളിലേക്ക് പോകും. അപ്പൊ 1 ഇവിടെ വരും. ഇവിടെ വന്നിട്ട് നമ്മൾ എന്താണ് നമ്മുടെ കൗണ്ട് നമ്മൾ ഇങ്ങനെ കൂട്ടും.
കാരണം ഈ 1 1 എന്ന് പറയുമ്പോൾ 2 എണ്ണല്ലേ, അപ്പൊ ഇത് 2 1 ആയി മാറും. 2 എന്ന് വരും, ഇവിടെ കൗണ്ട് നമുക്ക് 2 ആയി മാറും. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് എന്താണ് കൗണ്ട് 2, പിന്നെ വാല്യൂ അവസാനത്തെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്, ആ വാല്യൂ കൂടിയിട്ട് അപ്പൻ്റെ ഒപ്പം 2 1 ആയി മാറും. അപ്പൊ 2 1 ഇവിടെ കിട്ടും. അത് കഴിഞ്ഞാൽ 2 1 ഇവിടെ വരും. ആ 2 1 പിന്നെ ഇവിടെയും പോകുമ്പോൾ നമുക്ക് എന്താണ് ഇത് 2 എന്ന് പറയുന്നത് ഒരു വട്ടമാണെന്നും 1 എന്ന് പറയുന്നത് ഒരു വട്ടമാണെന്നും കിട്ടും. അപ്പൊ അത് കിട്ടും. അങ്ങനെ 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 ചെയ്തു പോകും. ഓക്കെ അല്ലേ? ഇത് 1 2 1 2 അല്ല, ഇത് 1 2 1 1 ആണ്. ഒരു 2 ഒരു 1 ആണ്. ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി എന്താണ് അത് ഞാൻ എങ്ങനെ ചെയ്തെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ നമുക്ക് എന്താണ് RLE എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഞാനിപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് അതേപോലെ തന്നെ നമുക്കൊരു RLE എന്ന് പറഞ്ഞിട്ടൊരു ഹെൽപ്പർ ഫംഗ്ഷൻ എന്താ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായുള്ളൂ. ഇതിലെന്താണ് സുഖമായിട്ട് നമ്മൾ എന്താണ് കൗണ്ട് വാല്യൂ എന്ന് പറഞ്ഞൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്ത് നമുക്കൊരു കൗണ്ട് നമുക്ക് എപ്പോഴും ആവശ്യമുണ്ട്. ഈ കണ്ടീഷൻ എപ്പോഴും ഓർമ്മക്കത്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വാല്യൂ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്താണ് കൗണ്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് ആയിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഈ ഒരു ഇത് നമുക്ക് എപ്പോഴും ഓർമ്മ നിൽക്കുക. പിന്നെ അതല്ലാത്ത സമയത്ത് അതിന് ആദ്യം എന്താ നമ്മൾ ഒരു എന്താണ് ലിസ്റ്റിന്റെ ഉള്ളിലേക്ക് നമ്മൾ അതിനെ അപ്പൻഡ് ചെയ്തിടുക. എന്നിട്ട് നമ്മൾ എന്താണ് തിരിച്ച് നമ്മുടെ പഴയ കൗണ്ടിലേക്ക് തന്നെ നമുക്ക് അതിനെ മാറ്റി കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഇതേപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ പിന്നെ ഇപ്പോൾ 1 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ നമുക്ക് കൗണ്ട് വരാത്തതെല്ലാം ഇവിടെ നമുക്ക് അപ്പൻഡ് ചെയ്യാത്തതിനെല്ലാം നമ്മൾ ഇവിടെ അപ്പൻഡ് ചെയ്യും. അപ്പൊ ആ അപ്പൻഡ് ചെയ്ത വാല്യൂസ് നമ്മൾ ഇവിടെ അപ്പൻഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്താണ് ഇതിനെ റിട്ടേൺ ചെയ്യുമ്പോൾ ഇങ്ങനെ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ അല്ലെ? ഇതിനെ നമുക്ക് എന്തിനാ ഇങ്ങനെ റിട്ടേൺ ചെയ്യുന്നത്? നമുക്ക് സ്ട്രിംഗ് കോൺകാറ്റനേഷൻ ചെയ്യാണ്ടിരിക്കാനുള്ള പറ്റുന്ന പണി മൊത്തം നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു എന്താണ് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ ലിസ്റ്റിനെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ അതിനെ സ്ട്രിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താണ് ഇത് നമുക്കറിയാം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും 1 എന്നാന്ന് അറിയാം. അപ്പോൾ 1 വെച്ചിട്ട് തന്നെ എന്തായാലും തുടങ്ങുള്ളൂ എന്ന് അവർ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് തുടക്കം തന്നെ. അതുകൊണ്ട് നമുക്ക് എന്താണ് ഇത് വെറുതെ സോറി അല്ല ഞാൻ എന്താ ബ്ലാക്ക് ബോർഡിൽ ചെയ്തപ്പോൾ ഇത് എനിക്ക് ഇവിടെയും തെറ്റി തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും അത് N-1 ആക്കാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ N-1 വരെ പോകേണ്ട ആവശ്യം ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് RLE ഓഫ് കറന്റ് ചെയ്യണം. കറന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇതൊരു ഒരു റിക്കേഴ്സീവ് ഫംഗ്ഷന്റെ അതേപോലത്തെ പരിപാടികൾ ചെയ്യുക. ഇങ്ങനെ 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 മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? എന്നിട്ട് നമുക്ക് എന്താണ് കറന്റ് വാല്യൂസ് കിട്ടും. ഓക്കെ അല്ലേ? ഇത് നമുക്ക് എന്താണ് അവസാനം നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഒരു സ്ട്രിങ് കിട്ടും, വേണ്ട സ്ട്രിങ് കിട്ടും. 4ാമത്തെ വാല്യൂല് എന്താണ് വന്നത് എന്നുള്ള സ്ട്രിങ് കിട്ടും. നമുക്ക് ഇത് ഞാൻ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്സെപ്റ്റഡ് ആണെങ്കിലും പക്ഷെ നമുക്ക് കുറെ പിന്നിലാണ് കിട്ടിയത്. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് പിന്നിൽ കിട്ടിയെന്ന് നോക്കാൻ വേണ്ടി ഞാൻ എന്നിട്ട് ഫസ്റ്റ് വാല്യൂ എടുത്ത് നോക്കുമ്പോൾ അവർ ചെയ്തത് റിക്കേഴ്സീവ് ഫംഗ്ഷൻ ആയിട്ടാണ്. അപ്പോ ഇവിടെ നമുക്ക് ഒരു എക്സാക്ട്ലി ആണ് കുഡ് യു സോൾവ് ഇറ്റ് ഇറ്ററേറ്റീവ്ലി എന്ന് ആദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉത്തരമായിട്ട് ചോദ്യമായിട്ട് വന്നത്. അപ്പൊ നമ്മളത് കുഡ് യു സോൾവ് ഇറ്റ് ഇറ്ററേറ്റീവ്ലി എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഇനി അതെങ്ങനെ റിക്കേഴ്സീവ് ചെയ്യേണ്ട വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇറ്ററേറ്റീവ് ആയിട്ടാണ് കണ്ടുപിടിച്ചത്. ഇപ്പൊ റിക്കേഴ്സീവിൽ എന്താണ് വെറുതെ നമ്മൾ എന്താണ് ഒരു N-1 ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇതേ സെയിം ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ അവിടെ ചെയ്ത് തന്നെയാണ് സെയിം ആയിട്ട് ഇവിടെ തന്നെയാണ് വരിക. അത് നമ്മൾ ഇവിടെ ആഡ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് മാത്രമേ നമ്മൾ കണക്കാക്കേണ്ടത്. ഇവിടെ അവര് എന്താ സ്ട്രിംഗ് കോൺകാറ്റനേഷനും കൂടി ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്ട്രിംഗ് കോൺകാറ്റനേഷനും കൂടിയിട്ട് ഇതിൽ അപ്പൻഡ് ചെയ്യണമെങ്കിൽ ഇതിൽ കുറച്ചുകൂടി ഫ്രണ്ടിൽ വന്നിട്ടുണ്ടാവും നമ്മൾ റിക്കേഴ്സീവ് ഫംഗ്ഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ അല്ലേ? ഇത് സെയിം ആണ്. ഞാൻ അതിന്റെ മുന്നിലുള്ള എല്ലാ വാല്യൂസ് നോക്കിയപ്പോൾ ഒക്കെ എന്താണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ വെച്ച് ചെയ്തതാണ്. ഇതുവരെ റിക്കേഴ്സീവ് ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്താണ്. നമുക്ക് എന്താണ് അതിന് ഇറ്ററേറ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻ വെച്ച് ചെയ്തു. ഇത് നമ്മുടെ സെയിം ആയിട്ടുള്ള തന്നെയാണ്. ഒരു ഫോർ ലൂപ്പ് അണ്ടർസ്കോർ ചെയ്തു, ഫോർ ലൂപ്പ് ഇവിടെ ചെയ്തു. നമ്മൾ എന്താണ് ഇത് കുറച്ചും കൂടി എന്താണ് റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ നമ്മൾ അതിനെ എന്താണ് ഒരു ഹെൽപ്പർ ഫംഗ്ഷൻ ആക്കി മാറ്റി കൺവേർട്ട് ചെയ്തിട്ട് എഴുതി. ഇവിടെ കാണുന്നില്ല, നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടില്ലേ? ഒരു മിനിറ്റ്. ഇതേപോലെ എന്താണ് റിക്കേഴ്സീവ് അല്ലെ നമ്മൾ എന്താണ് ഒരു ഹെൽപ്പർ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ ആദ്യം എഴുതി എന്നിട്ട് ആ ഹെൽപ്പർ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്തു. ഓക്കെ, താങ്ക് യു. കണ്ടതിൽ നന്ദി.